സദാ ബാലരൂപാപി വിഘ്നാദ്രിഹന്ത്രിം മഹാദന്തിവക്ത്രാപി പഞ്ചാസ്യമാന്യ ബിഹിന്ദ്രാതിമൃഗ്യാ ഗണേശാഭിധാമി വിദഗ്ധാം ശ്രീം കാവ്യ കല്യാണമൂർത്തിം. ഓം 51 ചേർന്നഴകിയ തനുവായി ദേഹമധ്യത്തിൽ നിന്നിട്ടമ്പിൽ സ്തംഭം കണക്കെ ശിരസി തലയുമായി ഉള്ളിലാറബ്ജമോടും വൻപിൽ പൊങ്ങും സുഷുമ്നയ്ക്കകമതിലുളവാം പത്മമാറെങ്കിലും ചേർന്ന് 51 ഒത്തുവാഴും ദളമതിലമരും വിദ്യപദ്യം തരേണം. ഓം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം വിശ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലം അചലം സർവദാ സാക്ഷിഭൂതം ഭാവാ അതീതം ത്രിഗുണരഹിതം സൽഗുരം ത്വം നമാമി. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണം. പോരാതെ എല്ലാവരും ഒരു എന്താ പറയുക, ഭഗവത് ഭക്തന, അതായത് ഒരു ഭാഗവതോ ഉത്തമനുമാകണം. ഒരു മകള് പറഞ്ഞു, അമ്മ ഒരു ഭാഗവതോ ഉത്തമയാണെന്ന്. ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ മക്കളും അങ്ങനെ ഒരു ഭാഗവതോ ഉത്തമയോ ആകണമെന്നാണ്. എല്ലാവരും അങ്ങനെ ആകണം. ഭാഗവതം ഉടനീളം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരുമ്പോൾ നമ്മളും അങ്ങനെ ആകും. നിർമ്മല പവിത്രൻ, ബിജി ബിജു, ജഗദമ്മ, ശ്രീകല, ഗീതാ നായർ, ജയാനില്, നിർമ്മല രമേഷ്, രുക്മിണി മോഹൻ, പ്രസന്ന, പ്രമിള സുനിൽ, ബിന്ദു പ്രദീപ്. അത് കഴിഞ്ഞ പ്രാവശ്യം ആ മക്കളുടെ രണ്ടുപേരും അത് ഒന്നുകൂടെ ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. പേര് കമൻസ് ഇല്ലാത്ത മക്കളുടെ എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് നാമം ചൊല്ലാം. നമുക്ക് ശ്രീ മധുരാഷ്ടകം ചൊല്ലാം. അധരം മധുരം വദനം മധുരം നയനം മധുരം ഹസിതം മധുരം ഹൃദയം മധുരം ഗമനം മധുരം മധുരാധിപതേരഖിലം മധുരം വചനം മധുരം ചരിതം മധുരം വസനം മധുരം വലിതം മധുരം ചലിതം മധുരം ഭ്രമിതം മധുരം മധുരാധിപതേരഖിലം മധുരം വേണോർമധുരോ രേണോർമധുര പാണേർമധുരാ പാദൗ മധുരൗ നൃത്യം മധുരം സഖ്യം മധുരം മധുരാധിപതേരഖിലം മധുരം ഗീതം മധുരം പീതം മധുരം ഭുക്തം മധുരം സുപ്തം മധുരം രൂപം മധുരം തിലകം മധുരം മധുരാധിപതേരഖിലം മധുരം കരണം മധുരം തരണം മധുരം ഹരണം മധുരം സ്മരണം മധുരം വമിതം മധുരം ശമിതം മധുരം മധുരാധിപതേരഖിലം മധുരം കുഡ്യാ മധുരാ മാലാ മധുരാ യമുനാ മധുരാ വീചി മധുരാ സലിലം മധുരം കമലം മധുരം മധുരാധിപതേരഖിലം മധുരം ഗോപീ മധുരാ ലീലാ മധുരാ യുക്തം മധുരം ഭുക്തം മധുരം ദൃഷ്ടം മധുരം ശിഷ്ടം മധുരം മധുരാധിപതേരഖിലം മധുരം ഗോപാ മധുരാ ഗാവോ മധുരാ അഷ്ടേർമധുരാ സൃഷ്ടേർമധുരാ ദളിതം മധുരം ഫലിതം മധുരം മധുരാധിപതേരഖിലം മധുരം അധരം മധുരം
വദനം മധുരം നയനം മധുരം ഹസിതം മധുരം ഹൃദയം മധുരം ഗമനം മധുരം മധുരാധിപതേരഖിലം മധുരം മധുരാധിപതേരഖിലം മധുരം. പങ്കജലോചനം നാരായണം ഭക്തസങ്കടമോചനം നാരായണം. പങ്കജലോചനം നാരായണം ഭക്തസങ്കടമോചനം നാരായണം. നാരായണം ഭജേ നാരായണം നാരായണം ഭജേ നാരായണം. വൃന്ദാവനസ്ഥിതം നാരായണം ദേവവൃന്ദൈരഭീഷ്ടിതം നാരായണം. നാരായണം ഭജേ നാരായണം ലക്ഷ്മീ നാരായണം ഭജേ നാരായണം. നാരായണം ഭജേ നാരായണം ലക്ഷ്മീ നാരായണം ഭജേ നാരായണം. മക്കളെ, നമ്മൾ രുക്മിണി സ്വയംവരം ആണ് വായിച്ചുകൊണ്ടിരുന്നത്. രുക്മിണിയും വിപ്രസ്ത്രീകൾ, അതായത് നല്ല സുമംഗലിയായിരിക്കുന്ന വിപ്രസ്ത്രീകൾ ദേവിയെ കൊണ്ട് ചുറ്റിനും എല്ലാവരുമായിട്ട് ദേവിയെ നടുക്ക് നിർത്തി അവർ ദേവീക്ഷേത്രത്തിൽ, അത് പാർവതി ക്ഷേത്രത്തിൽ പോയി എല്ലാം പറഞ്ഞു. ഭഗവാൻ കൃഷ്ണൻ തന്നെ കാന്തനായി കിട്ടണം, അവർ നേരത്തെ ചെയ്ത ഓരോ പുണ്യകർമ്മങ്ങളെല്ലാം ചെയ്തതിൻ്റെ എല്ലാം ഭഗവാൻ പ്രസാദം നൽകണമെന്ന് എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രസാദങ്ങളെല്ലാം ദേവിക്ക് കൊടുത്തു. ദേവി മൗനവ്രതം എല്ലാം എല്ലാം ത്യജിച്ചു പുറത്തിറങ്ങി. മന്ദം ഒരു തോഴിയുടെ, പ്രധാനപ്പെട്ട തോഴിയുടെ കരം പിടിച്ച് ഇറങ്ങി നടന്നപ്പോൾ എന്തു വന്നു? എല്ലാവരും നോക്കി നിൽക്കുക. ലക്ഷ്മി, അതായത് അഷ്ടലക്ഷ്മിയുടെ കൂടെ ലക്ഷ്മി വരുന്നത് പോലെ എല്ലാവർക്കും തോന്നിക്കുക അത്ര സുന്ദരിയാ. അങ്ങനെ ആശ്ചര്യം ഏറ്റവും ഇത് ആശ്ചര്യം, ഹഹാ ജയ ജയ, ആശ്ചര്യം ഹരിഹരി, ആശ്ചര്യം ചൊല്ലാമത് പറയാൻ പറ്റുന്നത് അത്രമാത്രം ആശ്ചര്യം കാണുന്നവർക്കെല്ലാം. ഇങ്ങനെ പല ജനം പറയും നേരത്തെങ്കിൽ മംഗലസ്വരൂപിണിയാകിയ രുക്മിണിയും എന്തു ചെയ്തു? വാമമാം കരാങ്കുലി കൊണ്ട്, ഇടത്തെ കൈയുടെ വിരൽ കൊണ്ട് തൻ പുരിക്കുഴൽ, അതെന്താണ് പുരിക്കുഴൽ? നമ്മുടെ ഈ നെറ്റിത്തടത്തിലൊക്കെ ഇങ്ങനെ പുരികത്തിൻ്റെ മുകളിലൊക്കെ കുഞ്ഞു കുഞ്ഞു മുടികൾ വന്ന് കിടക്കുമല്ലോ, മുടി. അപ്പോൾ ആ മുടി ഒന്ന് മാറ്റി വെക്കുന്ന രീതിയിൽ ഒന്ന് വിരലുകൊണ്ട് നീക്കിയിട്ട്, എന്താ ആരും കാണാത്തതുപോലെ എന്നാൽ നോക്കുകയും വേണം. ഒരു എന്തിനു കണ്ണോ, ഒരു കടക്കണിട്ട് നോക്കും കൃഷ്ണൻ അവിടെ കാണാൻ നിൽപ്പുണ്ടോ എന്ന്. അങ്ങനെ കാമനെ ചെറ്റു നീക്കി ഈ കുഞ്ഞു കുഞ്ഞു കരിക്കുഴൽ പോലുള്ള കുറുങ്ക മുടികൾ അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി ഇടത്തെ വിരലും കൊണ്ട് കൈയുടെ അങ്ങ് നീക്കി കാമുകം കൃഷ്ണനെ കാണുവാൻ മന്ദമായി കടാക്ഷിച്ചു ലജ്ജയാ വൈദർഭിയും. അങ്ങനെ പതുക്കെ നോക്കുക അവിടെ കാണും നിപ്പുണ്ടോ എന്ന്. എന്നാൽ ലജ്ജയുമുണ്ട്. വന്നൊരു നിർവന്മാരും ഒക്കെ പരക്കെ, അവിടെ ഒരുപാട് രാജാക്കന്മാർ നിപ്പുണ്ട്, അവരൊക്കെ പരക്കെ നിൽക്കുക. ദേവി മൊത്തം ഒന്ന് കണ്ണോടിച്ചു. അന്ന് ആരോട്ട് അറിയുകയും ചെയ്തു അതുപോലെ. അതു നേരം അവൾ കൃഷ്ണനെ കണ്ട് അപ്പോഴേ മന്ദാക്ഷമോട് എന്ത് ചെയ്ത് ഉടനെ തന്നെ മുഖപത്മങ്ങ് താഴ്ത്തി, കണ്ടല്ലോ അങ്ങനെ താഴ്ത്തി, മുഖമങ്ങ് താഴ്ത്തി. അവിടെ നിങ്ങൾ നിപ്പോടെന്ന് അറിയണ്ടേ, എങ്ങോട്ട് പോകണം എവിടെ നിൽക്കണമെന്നൊക്കെ അറിയണ്ടേ, അതിന് മുഖമൊക്കെ താഴ്ത്തി കണ്ടുപിടിച്ചല്ലോ. നല്ലാരിൽ മണിമൗലി സുന്ദരിയായിരിക്കുന്ന ഈ രത്നം, ഈ സുന്ദരി രുക്മിണി തൻ്റെ നല്ല ചില്ലികൾ കൊണ്ട് തല്ലുകൊണ്ട് ഈ ഭൂപതി വീരർ ഇങ്ങനെയെല്ലാം കണ്ടപ്പോൾ ഈ എന്തു പറയുന്നത്, തേരിലും ആനമേലും കുതിരമേലും നിന്ന് പാരാതെ ഭൂമി തന്നിൽ പതിച്ച് വിസ്മയിച്ചാർ. വലിയ ഞാനെന്ന ഭാവത്തിൽ നിൽക്കുകയാണ് അഹങ്കാരികളായ രാജാക്കന്മാർ. അവരെല്ലാം ദേവിയുടെ ഈ സുന്ദരത്വവും ഈ കടക്കണ്ണും നോക്കി പോക്കും ആ വീക്ഷണവും എല്ലാം കണ്ട് പുരികപ്പുഴ ഒക്കെ എന്തോ ഒരു വല്ലാത്ത അവർക്ക് തോന്നും, അവരെ കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ല എന്ന്. അത് തന്നെയാണ് കാരണം. അതുകൊണ്ട് അതൊരു അടി കൊടുത്ത് തല്ല് കൊണ്ടതുപോലെ ഈ ഭൂപതി വീരൻ എന്ത് ചെയ്ത്, ഇത് കഷ്ടമായിപ്പോലെ ഒന്ന് നിൽക്കണ്ടായിരുന്നു, നാണം കെട്ട് പോലെ രീതിയിൽ അവർ തേരിൻ്റെ മുകളിൽ നിന്നും ആനയുടെ മുകളിൽ നിന്നും കുതിരയുടെ മുകളിൽ നിന്നെല്ലാം പാരാതെ ഭൂമി തന്നിൽ പതിച്ച് വിസ്മയിച്ച തന്നെ അവന്ന് അടങ്ങി ഒതുങ്ങി താഴെ പോയി. അപ്പോൾ അഹങ്കാരം ഒന്ന് കുറഞ്ഞ് ലോകനായകൻ തന്നെ മായാദേവിയെ കണ്ടാലോ, ലോകവാസികൾ ഭ്രമിക്കുന്ന എന്തൊരു ചിത്രം.
ഈ പരമാത്മാവാകുന്ന ഈശ്വരൻ കൃഷ്ണൻ്റെ ഭഗവാന്റെ തന്നെ ഈ മായാദേവിയെ ഈ കണ്ട ഈ ലക്ഷ്മിയെ ഈ രുക്മിണിയെ കണ്ടാൽ ലോകവാസികൾ ഭ്രമിക്കുന്നത് എന്തൊരു ചിത്രം! അത് അത്ഭുതമാണോ? എല്ലാവരും ഭ്രമിക്കും, അത്രമാത്രം സുന്ദരിയല്ലേ. കോമളഗാത്രിയാകും കന്യക തന്നെ കണ്ട് ഭൂമിപന്മാരും കന്യക തന്നെ നോക്കി നിന്ന്, എല്ലാവരും ഈ ദേവിയെ കണ്ട് നോക്കി അന്തമിട്ട് നിന്നു. അവിടെ നമ്മൾ വായിച്ചു, നമുക്കിനി അതിൻ്റെ ബാക്കി കണ്ട് വായിക്കാം. ലോകനായകൻ തൻ്റെ മായാദേവിയെ കണ്ടാൽ ലോകവാസികൾ ഭ്രമിക്കുന്നത് എന്തൊരു ചിത്രം! കോമളഗാത്രിയാകും കന്യക തന്നെ കണ്ട് ഭൂമിപന്മാരും കന്യ തന്നെയും നോക്കി നിന്നാർ. ഈ ദേവിയെ എല്ലാവരും കണ്ണോട് നോക്കി നിന്ന് പോയി. വീരന്മാരായ നൃപഭീരുക്കൾ കാണുക തന്നെ തേരുമായി ചെന്നു കൃഷ്ണൻ വേഗേന വൈദർഭി തൻ പാണി പത്മത്തെ പിടിച്ച് ആദരവോട് ശീഘ്രം ക്ഷോണിയിൽ നിന്ന് രഥം തന്നിലങ്ങെടുത്തേറ്റി മുന്നമങ്ങ് അമരകൾ സഭയിൽ നിന്ന് സുധ പന്നകാരാതി കൊണ്ടുപോകുന്നൊരു കണക്കിനെ സുന്ദരി തന്നെ കൊണ്ട് മാധവൻ യദുക്കളോടൊന്നിച്ചു മന്ദം മന്ദം യാത്രയും തുടങ്ങിനാൻ. അങ്ങനെ ഇവരെല്ലാം നോക്കി നിന്ന് അന്തമിട്ട് സുന്ദരിയെ കണ്ട് നോക്കി നിന്നപ്പോൾ വീരന്മാരായ നൃപഭീരുക്കൾ, ഈ ദുഷ്ടന്മാരായ ഭീരുക്കളായ രാജാക്കന്മാർ, ഭഗവാൻ രാജാവല്ലല്ലോ, രാമനും കൃഷ്ണനൊക്കെ യദുവീരന്മാർ, യദുക്കളല്ലേ, യാദവ കുലത്തിലുള്ളവരാണ്. എന്നാൽ ഇവിടെ ദുഷ്ടന്മാരായ ജരാസന്ധനെ പോലെയുള്ള ശിശുപാലനാന്നല്ല കെട്ടാനിരിക്കുന്നത്. രുക്മി സഹോദരൻ അയാളെ കൊണ്ട് കെട്ടിക്കാൻ ഇരിക്കുകയാണ്. ഇങ്ങനെ അവരുടെല്ലാം മുന്നിൽ വെച്ച് നൃപഭീരുക്കളായ രാജാക്കന്മാർ കാണുക, കണ്ടോണ്ട് നിൽക്കത്തന്നെ ഭഗവാൻ എന്ത് ചെയ്തു? തേരുമായി ചെന്ന് കൃഷ്ണൻ വേഗന പെട്ടെന്ന് തന്നെ വൈദർഭി തൻ പാണി, ദേവിയുടെ രുക്മിണിയുടെ കൈ പാണി, പത്മം പോലിരിക്കുന്ന പാണി പിടിച്ച് ഭഗവാൻ തന്നെ പിടിച്ച് ആദരവോട് നല്ല ബഹുമാനവും ആദരവും എല്ലാം കൊടുത്ത് ശീഘ്രം പെട്ടെന്ന് ക്ഷോണിയിൽ, അത് ഭൂമിയിൽ നിന്ന് തറയിൽ നിൽക്കുകയാണല്ലോ ദേവി, ഭൂമിയിൽ നിന്ന് രഥം തന്നിലങ്ങ് എടുത്തേറ്റ് ദേവിയെ ഭഗവാൻ തന്നെ പിടിച്ച് തേരിലേക്ക് കയറ്റി. എന്നിട്ട് എന്ത് വന്നു? തേരിലേറ്റിയിട്ട് മുന്നേ എങ്ങനെയാ അമരകൾ, അത് ദേവന്മാരെ സഭയിൽ നിന്ന് സുധ അമൃത് പന്നകാരാതിയാരാണ് ഗരുഡൻ കൊണ്ടുപോകുന്നൊരു കണക്കിന്, അതായത് അമരന്മാരുടെ അടുക്കൽ നിന്ന് സുധ അമൃത് ഒരു ഗരുഡൻ വന്ന് കൊത്തി വിഴുങ്ങി പറക്കിയതുകൊണ്ട് പോയാൽ ഇത്ര സ്പീഡാണ്, അതുപോലെ ഭഗവാൻ തേരിലൊരു ഒറ്റ വിടിയിലങ്ങ് വിട്ടു. ഈ ഭീരുക്കളായ ദ്രോവന്മാരെല്ലാം കണ്ടുകൊണ്ട് അന്താളിച്ച് നിന്ന് പോയി കാണും. ഇതെന്തു ഈ കാണിക്കുന്നേ? ഇതെന്ത് സംഭവമാ? എല്ലാവരും അന്തം വിട്ട് അവർ മതിമറന്ന് നിൽക്കുക. സുന്ദരിയായ ദേവിയെ കണ്ടിട്ട് അവർക്ക് എന്താ കണ്ട് മതിമറന്ന് നിന്നും പോയി, ഒന്നും ഓർത്തതുമില്ല. ആ സമയം എന്താ ഇവിടെ സാധിച്ചത്? ദേവിയെ പെട്ടെന്ന് തന്നെ ഭഗവാൻ രഥത്തിൽ എടുത്തേറ്റി കൊണ്ടൊരു ഒറ്റൊരു പോക്ക്. അമരന്മാരുടെ, അത് ദേവന്മാരുടെ സഭയിൽ ചെന്ന അമൃത് ഗരുഡൻ ചെന്ന് കൊത്തിക്കൊണ്ട് ഓടുന്നത് പോലെ ഭഗവാൻ ഒറ്റ പോക്കങ്ങ് പോയി. അതാണ് വീരന്മാരായ നൃപഭീരുക്കൾ കാണുക തന്നെ ചിത്തേരുമായി ചെന്ന് കൃഷ്ണൻ വേഗേന വൈദർഭി തൻ പാണി പത്മത്തെ പിടിച്ച് ആദരവോട് ശീഘ്രം ക്ഷോണിയിൽ നിന്ന് രഥം തന്നിലങ്ങെടുത്തേറ്റി മുന്നം അത് പണ്ട് അമരകൾ, അത് ദേവന്മാരുടെ സഭയിൽ നിന്ന് മുന്നമങ്ങ് അമരകൾ, അത് ദേവന്മാരുന്ന അമരകൾ എന്ന് വെച്ചാൽ അർത്ഥം. ക്ഷോണി എന്ന് വെച്ചാൽ ഭൂമി, പാണി എന്ന് വെച്ചാൽ കൈ, ദേവിയുടെ താമര പത്മം പോലിരിക്കുന്ന കയ്യിൽ ഭഗവാൻ പിടിച്ച് പെട്ടെന്ന് തന്നെ ഭൂമിയിൽ നിന്ന് രഥത്തിലേക്ക് ദേവിയെ പിടിച്ച് കയറ്റി മുന്നം ദേവന്മാരുടെ സഭയിൽ നിന്ന് സുധ, അത് അമൃത് പന്നകാരാതി, അതായത് പാമ്പിൻ്റെ പന്നകത്തിൻ്റെ പിന്നെ ശത്രുവാണ് ഗരുഡൻ, അത് പന്നകാരാതി കൊണ്ടുപോകുന്നൊരു കണക്കിന് ഗരുഡൻ പറത്തിക്കൊണ്ട് പോയതുപോലെ രഥത്തിൽ കയറ്റി ഈ സുന്ദരി തന്നെ കൊണ്ട് മാധവൻ യദുക്കളോടൊന്നിച്ച്, ബാക്കി വേറെ അവിടെ നിപ്പുണ്ട്, രാമനൊക്കെ നിപ്പുണ്ട്, യദുക്കളോടൊന്നിച്ച് മന്ദം യാത്ര തുടങ്ങി. രഥത്തിൽ കയറേണ്ട ഒരു പോക്കങ്ങ് പോവുക. അപ്പം രഥത്തിൽ കയറുന്നത് അങ്ങനെ പെട്ടെന്ന് പിടിച്ച് കയറ്റിപ്പോയി. എന്നിട്ട് അന്തഃപുര സ്ത്രീജനം ഭീഷ്മകൻ ബ്രാഹ്മണരും അന്തഃപുരവാസികളായുള്ള ജനങ്ങളും നന്നെന്ന് മേന്മേൽ പുകഴ്ത്തി തുടങ്ങിനാർ സന്തോഷമായി. അന്തഃപുരസ്ത്രീകൾ എന്താ പ്രാർത്ഥിച്ചത്? എല്ലാവരും അവിടെ ഉള്ളവരെല്ലാം എന്താ, ഭഗവാൻ വന്നപ്പോൾ ദേവിക്ക് ഭഗവാൻ കൃഷ്ണൻ മാത്രമേ
എന്തോ ചേർച്ചയുള്ളു. ഈ എന്താ ദുർഭകനായിരിക്കുന്ന ഈ ശിശുപാലൊന്നും ചേരത്തില്ല, കൃഷ്ണനായ രുക്മിണിക്ക് ചേരൂ എന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാവരും ഒന്നടങ്കം പറഞ്ഞവരെല്ലാം അന്തഃപുരത്തിൽ ഉള്ള സ്ത്രീകളും ഭീഷ്മകനാരാണ് അച്ഛൻ പിതാവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ദേവിയെ ഭഗവാന് കൊടുക്കാൻ. പക്ഷേ രുക്മി മകൻ തോന്നിവാസിയാ, നിന്ദ്യനാ, പിതാവിൻ്റെ ഇഷ്ടം സാധിക്കാത്ത മൂത്ത മകനാണ്, അത്ര ധിക്കാരിയാണ്, അയാൾ പറഞ്ഞേ കേൾക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇവിടെ സംഭവിച്ചത്. പക്ഷേ ആ പിതാവിനും മറ്റ് ബ്രാഹ്മണർക്കും അന്തഃപുരവാസികളുള്ള മറ്റ് ജനങ്ങൾക്കും എല്ലാവർക്കും എന്താ പറയുക, നന്നായിപ്പോയി. നന്നെന്ന് മേന്മേൽ പുകഴ്ത്തി തുടങ്ങിനാർ. എല്ലാവർക്കും സന്തോഷമായി ദേവിയെ കൊണ്ട് ഭഗവാൻ പോയപ്പോൾ. വന്നു വീണിതു പുഷ്പവർഷവും മേൽക്കുമേലേ. അപ്പോഴത്തേക്ക് പുഷ്പങ്ങളെല്ലാം അങ്ങ് വർഷിച്ചു തുടങ്ങി. എന്താ അവർ നോക്കിയപ്പോൾ സന്തോഷമായ, പിന്നെ അവിടെ ആനന്ദമല്ലേ. അവരവരുടെ ഉള്ളത്തിലെല്ലാം ഇങ്ങനെ ഇരിപ്പുണ്ട്. ഈ ദേവിക്ക് ഭഗവാൻ തന്നെ, കൃഷ്ണൻ തന്നെ ചേരത്തുള്ളെന്ന്. അപ്പോൾ അവർക്കെല്ലാം സന്തോഷമായിട്ട് പുഷ്പവൃഷ്ടിയൊക്കെ നടത്തി. വന്ന് വീണിതു പുഷ്പവർഷവും മേൽക്കുമേലേ. ജംബുകന്മാർ തൻ മധ്യേ ഇരിക്കും സിംഹഭാഗം. ജംബുകന്മാർ വെച്ചാൽ കുറുക്കന്മാർ, ഈ ഊളന്മാർ. അപ്പം ജംബുകന്മാർ തൻ മധ്യേ ഇരിക്കും സിംഹഭാഗം. അപ്പം സിംഹമാരാണ് ഇവിടെ ഉപമ? കൃഷ്ണൻ്റെ ഭാഗമാരാണ്? രുക്മിണി. ഒരു ഭാഗം സ്ത്രീയല്ലേ, പുരുഷൻ്റെ ഒരു ഭാഗം സ്ത്രീക്കുള്ളതാണ്, സ്ത്രീയുടെ ഒരു ഭാഗം, അങ്ങനെയാണ്. അതുകൊണ്ട് ജംബുകൻ, ഈ കുറുക്കന്മാരുടെ മധ്യത്തിലിരിക്കുന്ന സിംഹഭാഗം രുക്മിണി, ജംബുകർ ഈ കുറുക്കന്മാർ കണ്ടിരിക്കെ തന്നെ കൊണ്ടുപോകുന്നത് പോലെ. അപ്പോൾ കുറുക്കന്മാരുടെ മധ്യത്തിൽ ഇരിക്കുന്ന കൃഷ്ണൻ്റെ ഈ രുക്മിണിയെ ഈ സിംഹം കടത്തിക്കൊണ്ട് പോയതുപോലെ കുറുക്കന്മാർ വായി നോക്കി. കുറുക്കന്മാരെന്ന് ഉദ്ദേശം ഇവിടെ ആരെയാണ്? ഈ ദുഷ്ടന്മാരായ ശിശുപാലനെ പോലുള്ള എന്താ പറയുക, നൃപന്മാർ, രാജാക്കന്മാർ. അവരുടെ ഇടയ്ക്കെന്ന് അവരെല്ലാം നിൽപ്പുണ്ട്. അവരുടെ മുമ്പിൽ കൂടെ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കുറുക്കന്മാരുടെ ഇടയ്ക്കെന്ന് ഭഗവാന്റെ ഒരു ഭാഗമാകുന്ന ദേവിയെ കൊണ്ട് സിംഹമാകുന്ന ഭഗവാൻ കൊണ്ടുപോയി. കുറുക്കന്മാരായ രാജാക്കന്മാരെ വായി നോക്കിയിട്ട് ഇരിപ്പുണ്ട്. ഇതാണ് അതിൻ്റെ അർത്ഥം. അവിടെ ജംബുകന്മാർ തൻ മധ്യേ ഇരിക്കും. അത് അവരുടെ മധ്യത്തിൽ നിൽക്കുന്ന ഈ സിംഹഭാഗം ഈ രുക്മിണി. ജംബുകർ ഈ കുറുക്കന്മാർ കണ്ടിരിക്കെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോവത് കണ്ട് മറ്റുള്ള നൃപന്മാരെന്ത് ചെയ്ത് കൊണ്ടൽ വർണ്ണനാം സിംഹത്തോടപ്പോൾ വ്യഗ്രിച്ചിട്ട്. അപ്പം ബാക്കി അവിടെ കണ്ടുകൊടുന്ന നൃപന്മാർ, ഈ അഹങ്കാരികളായ രാജാക്കന്മാർ എന്ത് ചെയ്യുന്നു? കൃഷ്ണനെ കൊണ്ടൽവർണ്ണനാം സിംഹത്തോടപ്പോൾ, ഈ കൃഷ്ണനാകുന്ന സിംഹത്തെ അതാണ് കൃഷ്ണനാകുന്ന സിംഹത്തോട് എന്ത് വ്യഗ്രിച്ചിട്ട്, ദേഷിച്ചിട്ട് വീരനാം ജരാസദനാദിയ നൃപന്മാരും പാരം മാനസഭ്രമം കൈക്കൊണ്ട് ചൊല്ലിടിനാർ. കാരണം അവർക്കൊക്കെ സംഭ്രമം, എന്താ ഇത്രയും അഹങ്കാരമോ കൃഷ്ണന്? ഞങ്ങൾ രാജാക്കന്മാരല്ലേ ഇവിടെ ഇരിക്കുന്നത്, ഞങ്ങളുടെ മുമ്പിൽ നിന്ന് ഇങ്ങനൊരു പെണ്ണിനെ കൊണ്ടുപോകാൻ ഇത്ര ധൈര്യമോ? അങ്ങനോട്ട് ദേഷിച്ച് വ്യഗ്രിച്ചിട്ട് എന്ത് പറയുന്നു? കൃഷ്ണനാകുന്ന സിംഹം വന്ന് ഇങ്ങനെ കൊണ്ടുപോകുന്ന വീരനാം ജരാസുതനാദിയ നൃപന്മാരും പാരമാനസഭ്രമം, മനസ്സിന് ഭ്രമമായിപ്പോയി. എത്രയും രാജാക്കന്മാർ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ ഭഗവാൻ വന്ന് പറത്തിക്കൊണ്ട് പോയെന്ന് വെച്ചാൽ രഥത്തിൽ പെട്ടെന്ന് പിടിച്ച് കയറ്റി മന്ദം തന്നെ അവർ പോയത്. അങ്ങനെ കൈക്കൊണ്ട്, അപ്പോൾ ഇവർക്കൊക്കെ ദേഷ്യമായി മനസ്സിന് ഭ്രമമായി കൈക്കൊണ്ട് പറയുന്നു, കഷ്ടമാഹന്ത കഷ്ടം ഇന്നത് അഖിലെന്നോർ. ഈ അഖിലം, ഈ ചെയ്തത് കഷ്ടം, ആഹന്ത കഷ്ടം ഇന്ന് അതിഖലൻ ഓർത്താൽ. അതിഖലൻ എന്ന് വെച്ചാൽ എന്താണ്? ഈ കൊണ്ടുപോയത് ഖലന, അവർ പറയുന്നത് അങ്ങനെ പറയും. ഭഗവാൻ അത്രമാത്രം കൊണ്ടുപോകുമ്പോൾ അവർ അങ്ങനെയല്ലേ, ഖലൻ എന്ന് വെച്ചാൽ അത്ര ഇതായിട്ട് കൊണ്ടുപോയപ്പം ഭഗവാനെ അങ്ങനെ പറയുവാണ്. ഇന്ന് അതിഖലൻ ഓർത്താൽ ദുഷ്ടഗോപാലൻ നാം ഇന്നൊക്കവേ ഇരിക്കവേ. നമ്മളെല്ലാവരുടെ ഇരുന്ന സമയത്ത് ദുഷ്ടഗോപാലൻ, ഖലനെന്നും ദുഷ്ടനെന്നൊക്കെ പറയുക. കാരണം അവർക്ക് കിട്ടാത്തത് കിട്ടാത്ത മുന്തിരിങ്ങ കിട്ടും, എന്താ പറയുക, കിട്ടില്ലേ പുളിക്കുന്നത് പോലെ ഭഗവാൻ അങ്ങ് ഖലനും ദുഷ്ടനൊക്കെ ആയി. ഇങ്ങനെ തട്ടിക്കൊണ്ട് പോകുന്ന പോലെ കൊണ്ടുപോയ ഇത്രയും നൃപന്മാരുടെ ഇടയ്ക്കൂടെ. അതുകൊണ്ട് അവർക്ക് ദേഷ്യമെന്ന് പറയുന്നത്. കഷ്ടം, ആഹന്ത കഷ്ടം ഇന്നത് അഖിലൻ ഓർത്ത. ഇത് അഖിലം ഓർത്ത. അഖിലൻ കഷ്ടം ഇന്ന് അഖിലൻ ഓർത്താൽ ഇന്നത് അഖിലന്. ഇത് തന്നെ അഖിലൻ വെച്ചാൽ ഭഗവാനെ ദുഷ്ടനെ പോലെയല്ലേ പറയുന്നത്. അഖിലൻ ഓർത്താൽ ദുഷ്ടഗോപാലൻ
നാം എല്ലാവരും ഇങ്ങനെ ഇരിക്കവേ നമ്മളെ മുമ്പിൽ കൂടെ കന്യക തന്നെ കൊണ്ട് ഗമിപ്പതോർത്ത് കണ്ടാൽ, ഈ കന്യക തന്നെ കൊണ്ട് ഇത്രമാത്രം ഗമിച്ചുകൊണ്ട് പോകുന്ന കണ്ടാൽ, പെട്ടെന്ന് കൊണ്ട് പൊക്കളഞ്ഞ് കണ്ടാൽ, വന്നിതു യശോഹാനി നമുക്കിന്ന് എല്ലാവർക്കും, നമുക്ക് കീർത്തിക്ക് ഹാനിയാണ്. നമ്മുടെ കീർത്തി ഇത്രയും വിലപിടിപ്പുള്ള രാജാക്കന്മാരല്ലേ, അവരുടെ ഇടയ്ക്കൂടെ ഭഗവാൻ ഇങ്ങനെ കൊണ്ടുപോയി, അവൻ ദുഷ്ടനാണ്, അവൻ ഗോപാലനാണ് എന്ന് വെച്ചാൽ ഗോക്കളെ മേയ്ക്കുന്ന ഗോപാലൻ എന്ന് വെച്ചാൽ എന്താ പറയുക, ഗോക്കളെ മേയ്ക്കുന്നവർക്ക് എന്താ ഭഗവാൻ എന്നുള്ളവർക്ക് അറിയില്ല. അവർ ചിന്തിക്കുന്നത് വേറും ഇല്ല, ഗോപാലനല്ലേ, പശുക്കളെ മേയ്ക്കുന്നവനല്ലേ, വൃന്ദാവനത്തിൽ കിടന്ന് പശു വെണ്ണയൊക്കെ കട്ടുന്നതും ഇങ്ങനെയൊക്കെയുള്ള ഒരു ദുഷ്ടനായിട്ടും കലനായിട്ടൊക്കെ അവർ ചിന്തിക്കുന്നത്. അങ്ങനെ ഉള്ളവൻ ഇങ്ങനെ നമ്മുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഒരു പെണ്ണിനെ കൊണ്ട് പോയാൽ ഇത് കഷ്ടം തന്നെയാണ്, നമുക്കുള്ള യശോഹാനി, നമ്മുടെ കീർത്തിക്ക് ദോഷമാണല്ലോ. അതുകൊണ്ട് കന്യക തന്നെ കൊണ്ട് ഗമിപ്പതോർത്ത് കണ്ടാൽ വന്നിതു യശോഹാനി, നമ്മുടെ യശസ്സിന് കീർത്തിക്ക് ഹാനി സംഭവിച്ചു. നമുക്കിന്ന് എല്ലാവർക്കും എത്ര എത്ര രാജാക്കന്മാരുണ്ട്, അവർക്കെല്ലാം യശോഹാനി സംഭവിച്ചല്ലോ. ഇന്നു വില്ലാളി വീരന്മാരായ നാം ഒന്നിച്ച് ചെന്ന് കൃഷ്ണനെ കൊന്ന് പെണ്ണിനെ വീണ്ടിടണം. അവർ ചിന്തിച്ചു, നമ്മളെല്ലാവരും ചേർന്ന് വില്ലാളി വീരന്മാരായ നാം രാജാക്കന്മാരെല്ലാവരും ചേർന്ന് ചെന്ന് കൃഷ്ണനെ കൊന്നിട്ട് ഈ പെണ്ണിനെ വീണ്ടെടുക്കണം, തിരിച്ചു കൊണ്ടുവരണം. അവരുടെ പ്ലാൻ ഇട്ടു. ഇത്തരം പറഞ്ഞവരൊക്കെ ഒരുമിച്ചു യുദ്ധസന്നദ്ധന്മാരായി സത്വരം പുറപ്പെട്ടാർ. അവര് രഥത്തിലങ്ങ് ചിലതിന് മുമ്പേ ഇവര് ഒരുങ്ങി അവരും പുറപ്പെടുവാണ്. യുദ്ധം ചെയ്ത് കൃഷ്ണനെ കൊന്നിട്ട് പെണ്ണിനെ കൊണ്ടുവരണം. അങ്ങനെ അവർ പുറപ്പെട്ടു. ചെന്നു യാദവന്മാരെ തടുത്തു നൃപന്മാരും. നൃപന്മാർ വെച്ചാൽ രാജാക്കന്മാർ. ഭഗവാനെ നൃപൻ എന്ന് പറയത്തില്ല. അതായത് ഭഗവാൻ യദുകുലത്തിൽ രാജാവല്ല, ഭഗവാൻ ഗോപാലനാണ്. അതുകൊണ്ട് ചെന്ന് യാദവന്മാർ, ചില കൃഷ്ണൻ്റെ ആൾക്കാരാണ് യാദവന്മാർ, അവരെ തടുത്ത് നിർത്തുകയാണ്. അവിടെ ഉള്ളവരൊക്കെ ഈ നൃപന്മാർ പെട്ടെന്ന് തന്നെ യുദ്ധത്തിനായിട്ട് പോവുകയാണ് പെണ്ണിനെ തിരിച്ചു കൊണ്ടുവരാൻ. അങ്ങനെ യാദവന്മാരെ തടുത്ത് നൃപന്മാരും അന്യൂന കോപത്തോടെ യുദ്ധം തുടങ്ങിനാർ. അങ്ങോട്ടും ഇങ്ങോട്ടും അതിഭയങ്കരമായ കോപത്തോടെ യുദ്ധം തുടങ്ങി. അന്നേരം മുകുന്ദനും രാമനും കോപത്തോടെ, പിന്നെ സാത്വികി മുതൽ യാദവ വീരന്മാരും ഇവർ കോപത്തോടെ ചെന്നപ്പോൾ അവരെന്ത് ചെയ്തു? ഭഗവാനും രാമനും സാത്വികി മുതലായ യാദവ വീരന്മാരെല്ലാവരും എന്ത് ചെയ്തു? ഒന്നിച്ചു ശരവർഷം തുടങ്ങി നൃപസൈന്യം കൊന്നുകൊന്നൊടുക്കിനാർ കോപേന രാമാദികൾ. സൈന്യനാശത്തെ കണ്ടു മന്നവന്മാരും ഏറ്റം നന്ദിച്ചു. നന്നെന്ന് എതിർത്താൽ അതിഘോരം. അങ്ങോട്ടും ഇങ്ങോട്ടും ഗംഭീരമായ യുദ്ധമായി, കുറേ പേര് മരിക്കുന്നു, എല്ലാമൊക്കെ ആയി അതിഘോരമായ യുദ്ധമാണ്. യാദവ വീരന്മാർക്ക് ബാണങ്ങൾ ഏൽക്കമൂലം. അപ്പോൾ യാദവന്മാർക്കും ബാണങ്ങൾ ഏൽക്കുന്നുണ്ട്. മറ്റേ സൈന്യങ്ങളെല്ലാം കുറെ മരിക്കുന്നുണ്ട്. ഇവിടെ യാദവന്മാർക്കെല്ലാം എന്ത് വരുന്നു? പിന്നെ ബാണങ്ങൾ ഏൽക്കുന്നുണ്ട്. അങ്ങനെ യാദവന്മാരെന്ന് വെച്ചാൽ ഭഗവാന്റെ പക്ഷക്കാർക്ക് പിന്നെ ബാണങ്ങൾ ഏൽക്കാൻ മൂലം മോദവും കുറഞ്ഞ ഉള്ളിൽ ആർക്കാണ്? ദേവിക്ക് വിഷമമല്ലേ, ഇത്രയും അങ്ങോട്ട് ചെന്ന് കയറിയില്ല. അപ്പോഴത്തേക്ക് ഇതൊരു വല്ലാത്ത ലക്ഷണമല്ലേ, അത് ദേവിക്ക് വിഷമമാണ്, നാണക്കേടാണ്, എല്ലാം കൊണ്ടും. അതുകൊണ്ട് മോദം സന്തോഷമൊക്കെ കുറഞ്ഞ് ഉള്ളിൽ ക്ഷീണഭാവത്തെ കണ്ട് ഭഗവാൻ നോക്കുമ്പം ദേവിക്ക് വിഷമം, ക്ഷീണം. എന്നിട്ടോ വൈദർഭി ലജ്ജയോടും മാധവ മുഖാംബുജം വേദന കൊണ്ട് നോക്കി. വിഷമമുണ്ട്, ലജ്ജയുണ്ട്, എല്ലാം കൊണ്ടും ക്ഷീണമുണ്ട്, ഒക്കെ ഉണ്ട്, ഭയങ്കര ഖേദമുണ്ട്, ദുഃഖമുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ വേദന കൊണ്ട് നോക്കി. എല്ലാം കൂടെ ചേർന്നൊരു ലക്ഷണം ദേവിക്ക്. വിഷമവും എന്താ പറയുക, ലജ്ജയും ക്ഷീണവും സന്തോഷം കുറഞ്ഞും സന്തോഷമില്ലായ്മയും എല്ലാം കൂടാണ്. അത്രമാത്രം ഘോര യുദ്ധമല്ലേ. അതുകൊണ്ട് ഭഗവാന്റെ മുഖത്തേക്ക് നോക്കി, വേദന കൊണ്ട് നോക്കി. മാഴ്കിനാൾ അത് കണ്ട് ഇങ്ങനെ ക്ഷീണിക്കുന്ന കണ്ട് ഭഗവാൻ അങ്ങനെ ക്ഷീണിക്കുന്ന കണ്ടപ്പോൾ പറഞ്ഞു, ഖേദിക്ക വേണ്ട ബാലേ, പേടിയാകേതുമെടോ, എന്തിനാ ഭയക്കുന്ന ബാലേ, വിഷമിക്കാതിരിക്കൂ എന്ന് ഭഗവാൻ പറഞ്ഞു. എന്ത് ചെയ്യും, വന്നുപോയില്ലേ, അനുഭവിച്ചല്ലേ പറ്റൂ. അതുകൊണ്ട് ഖേദിക്കാതിരിക്കൂ കുട്ടി, പേടിക്കേണ്ട. വേദന തീർപ്പൻ ബാണവർഷത്താൽ ക്ഷണം ഞാൻ പെട്ടെന്ന് തന്നെ വേദന, ബാലേ കുട്ടി പേടിക്കാതിരിക്കൂ, ദുഃഖിക്കാതിരിക്കൂ, ഇപ്പം തന്നെ വേദന ഞാൻ തീർക്കാം. ബാണവർഷത്താൽ ക്ഷണം, ഈ എൻ്റെ ബാണം കൊണ്ട് വർഷിച്ചാൽ മഴ പോലെ പെയ്ച്ച് ഞാൻ ക്ഷണം പെട്ടെന്ന് തന്നെ ഞാൻ നിൻ്റെ വേദന തീർപ്പൻ എന്ന് ഭഗവാൻ പറഞ്ഞു. ഇത്തരം അരുൾ ചെയ്തു ഭൂപതി വീരന്മാർക്ക് ചിത്ത ചാഞ്ചല്യം വരുമാറ് ബാണങ്ങൾ എയ്താൻ. അവർ ഒരുപാട് രാജാക്കന്മാരില്ലേ, ഒരുപാടില്ലേ. ഭഗവാൻ ഇവിടെ ഒറ്റയ്ക്കാണ് അങ്ങോട്ട് ചെന്നത്. പിന്നെ സൈന്യത്തെ കൂടെ രാമന് മനസ്സിലായി അവിടെ
ദേവിയുടെ പിന്നെ കൃഷ്ണൻ വന്ന് ദേവിയെ കൊണ്ട് പോകും. അതിന് വേണ്ടിയിട്ട് ശിശുപാലൻ ഒരുപാട് രാജാക്കന്മാരെയൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും വന്നാൽ അതിനെ എതിരിടാനായിട്ട്. പക്ഷേ ഭഗവാൻ കൊണ്ടുപോയിട്ട് അവരറിയുന്നത് കൊണ്ടുപോകും. അപ്പോഴും യുദ്ധത്തിന് വന്നാൽ അവരോട് എതിർക്കാൻ വെച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഭഗവാനും അവിടെ ഒറ്റയ്ക്ക് പോയെങ്കിലും പുറകെ ഇത് മനസ്സിലാക്കിയിട്ട് രാമനും സൈന്യങ്ങളോടെ ചെന്നിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബാണങ്ങൾ എയ്ത് ഞാൻ ക്ഷണനേരം കൊണ്ട് തന്നെ ദേവിയുടെ ദുഃഖം ഞാൻ അകറ്റാം. അങ്ങനെ ചിത്തചാഞ്ചല്യം വരുമാറ് ബാണങ്ങൾ എയ്താൻ ഭഗവാൻ അങ്ങനെ എന്ത് ചെയ്ത് ഈ രാജാക്കന്മാരുടെ മനസ്സിനെ ഇളക്കത്തക്കവണ്ണം അത്രമാത്രം ചാഞ്ചല്യം വരുമാറ് ഭഗവാൻ ബാണങ്ങൾ അങ്ങനെ തുടർച്ചയായിട്ട് അങ്ങ് വർഷം പോലെ അങ്ങ് തുടങ്ങി. അപ്പോഴെന്തോ അന്നേരം നൃപതികൾ പ്രാണസങ്കടത്തോടും നിന്നുകൂടാ ഞങ്ങൾ ഒളിച്ചാൽ ഓരോ ദിശി. ഭഗവാൻ മനസ്സറിഞ്ഞങ്ങൾ കാരണം ദേവിക്ക് വിഷമം എന്നുള്ളതും ഭഗവാന് വീരസ്യം കൂടും. അങ്ങനെയാണ് ഭഗവാൻ ഒന്ന് ചിന്തിക്കണം. ഇവിടെ ദേവിക്ക് കഷ്ടം, ദുരിതം, വിഷമം, വേദന, സഹിക്കാമ ക്ഷീണം എല്ലാം കൊണ്ട് വന്നപ്പം ഭഗവാൻ അവിടെ പിന്നെ ഇരിക്കപ്പുറത്ത് വരത്തില്ല. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു, അവിടെ മനസ്സിനെ ഇളകുമാറ് ഭഗവാൻ ഇങ്ങനെ ബാണങ്ങളങ്ങോട്ട് എയ്തു തുടങ്ങി. അപ്പോൾ അന്നേരം ഈ രാജാക്കന്മാർ നൃപതികൾ പ്രാണസങ്കടത്തോടും ജീവന് സങ്കടം പ്രാണഹാനി വരുമെന്ന് പേടിച്ചിട്ട് നിന്നുകൂടാൻ അവിടെ നിൽക്കാൻ വയ്യാതെ അവരെങ്ങോട്ട് ഓടി ഒളിച്ചാൽ ഓരോ ദിശി എവിടേക്കോ ഓടി ഒളിച്ചു. ഭാര്യയെ മോഹിച്ച അതിദുഃഖിത ചിത്തത്തോടും വീര്യവും ഉപേക്ഷിച്ചു വാണിയിടും ശിശുപാലൻ തന്നോട് ചൊല്ലിടിനാൻ. അപ്പോൾ ഭാര്യ എന്ന് പറഞ്ഞാൽ ആരാണ്? ശിശുപാലൻ്റെ ഭാര്യയാക്കായിരുന്നത് ആ രുക്മിണിയെ. അപ്പോൾ ഭാര്യയെ മോഹിച്ചിരിക്കുകയായിരുന്നു ഈ ശിശുപാലൻ. രുക്മി സഹോദരൻ ശിശുപാലൻ കൊണ്ട് കെട്ടിക്കായിരുന്നപ്പോൾ അത്രമാത്രം പിതാവാണെങ്കിലോ അവന് വേണ്ടുന്ന കർമ്മങ്ങളും പൂജകളൊക്കെ ചെയ്ത് തേജസ് വർദ്ധിപ്പിക്കുക എല്ലാം ചെയ്തും വെച്ചേക്കുവാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതാ. ഈ ശിശുപാലൻ എന്താ തോന്നുന്നത്, ഭാര്യയെ ആഗ്രഹിച്ച് രുക്മിണിയെ ഇങ്ങനെ ആഗ്രഹിച്ച് ഭാര്യയാക്കാനായിട്ട് ഇരുന്ന് അങ്ങനെ ദുഃഖത്തല്ലിക്കുക ആ മനസ്സ് ചിത്തത്തോട് വീര്യമൊക്കെ ഉപേക്ഷിച്ച് വാണിയിടും ശിശുപാലൻ. അങ്ങനെയുള്ള ശിശുപാലനോട് തന്നോട് ചൊല്ലിയിടിനാൻ. ആരാണ്? ഷോണിപനായ ജരാസന്ധൻ. ഷോണീപൻ എന്ന് വെച്ചാൽ ഭൂമിപൻ, രാജാവായ ജരാസന്ധൻ എന്ന് വിചാരിക്കണം. ഭൂമിപൻ വെച്ചാൽ എന്താണ്? രാജാവ്. ജരാസന്ധനായ നൃപൻ, രാജാവെന്ന് പറയാം. അവൻ എന്ത് ചെയ്തു? ശിശുപാലനോട് പറഞ്ഞത്, ശിശുപാലൻ്റെ ഭാര്യയാക്കാൻ വെച്ചാൽ രുക്മിണിയെ കിട്ടാത്തത് കൊണ്ട് അവൻ എന്താ വീര്യമൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ കഴിയുവാണ്. എന്തായാലും പറ്റിപ്പോയല്ലോ, എനിക്ക് ആഗ്രഹം സാധിച്ചില്ലല്ലോ എന്ന് വിഷമിച്ചിരുന്നപ്പോൾ ഈ ജരാസന്ധൻ പറയുന്നു, ഇന്നിത് നിരൂപിച്ച് ഖേദിക്ക വേണ്ട ഭവാൻ, ഇതോർത്ത് നീ വിഷമിക്കണ്ട ശിശുപാല. ദൈവത്തിൻ ഗതി കൊണ്ട് വരുന്നതവ, ഇതെല്ലാം ദൈവത്തിൻ്റെ ഗതിയാണ്, ഈശ്വരൻ ചെയ്യുന്ന വഴികളാണ്. കാരണം അതാരും തടുക്കാൻ പറ്റത്തില്ല. ദൈവത്തിൻ ഗതി കൊണ്ട് വരുന്നതിവ, ഇതിനേവം ഖേദിച്ചിട അരുത്, ഇങ്ങനെയുള്ളു പാർത്താൽ. ഇതാണ് സംഭവം. കാരണം ഇത് ആരും ചെയ്തതല്ല, ഇത് ദൈവഗതിയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ നീ വിഷമിക്കണ്ട. ആരോട് പറയുന്നു? ശിശുപാലനോട്. വിഷമിച്ചിരിക്കുക, രുക്മിണി വിവാഹം കഴിക്കാൻ ഇരുന്നതല്ലേ, അത് വിഷമിച്ചിരിക്കുന്ന കണ്ടപ്പോൾ ഭഗവാന്റെ ശത്രുവായ ജരാസന്ധൻ പറയുന്നു, നീ വിഷമിക്കണ്ട, ഖേദിക്കണ്ട, ഇത് ദൈവത്തിൻ ഗതി കൊണ്ട് വരുന്നതാണ്, അതോർത്ത് നീ ഖേദിക്കരുത്. ഇതിങ്ങനെ പാർത്താൽ നരന്മാർക്കോർത്താൽ സുഖദുഃഖങ്ങൾ ഇടതുടർന്ന് ഇരിക്കും. ഇത് മനുഷ്യർക്കെന്നല്ല സർവ്വപേർക്കുണ്ട്. ഇത് വിചാരിച്ചാൽ പാർത്താൽ നരന്മാർക്കോർത്താൽ, ഈ മനുഷ്യർക്ക് ഇതോർത്താൽ സുഖവും ദുഃഖങ്ങളും തുടർന്നിരിക്കും. ഒരു സുഖം പോകും, അടുത്തത് ദുഃഖം വരും. രാത്രി പോയി പകൽ വരുന്നത് പോലെ ഇത് ഗതാഗതമാണ്. സുഖം പോയിട്ട് അടുത്തത് വരുന്ന ദുഃഖം, ആ ദുഃഖം കൊണ്ട് മടങ്ങുമ്പോൾ അടുത്ത സുഖം വരും. ഇത് മനുഷ്യർക്കുള്ളതാണ്. അതുകൊണ്ട് സുഖദുഃഖങ്ങൾ തുടർന്നിരിക്കും. ഇത് യന്ത്രചക്രങ്ങൾ പോലെയാടോ, ഇത് യന്ത്രത്തെ കൊണ്ട് കാരണം ചക്രം പോലെയാണ്. ഒരു വശം അങ്ങോട്ട് കറങ്ങി വരും, അടുത്ത വശം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതാണ് അദ്ദേഹം പറഞ്ഞത്. നീ വിഷമിക്കേണ്ട ശിശുപാല, നമുക്കിപ്പോൾ കാലഗതികൾ മേലെ മറിഞ്ഞുള്ള കാലത്തിൻ ഗതി തടുത്തിടുവാനാവില്ല ആർക്കും. അതുകൊണ്ട് ഇത് കാലഗതിയാണ്, അത് നമുക്ക് ആർക്കും മാറ്റാൻ പറ്റുന്നതല്ല, ദൈവത്തിൻ്റെ ഗതിയാണ്. ഈ ദൈവഗതിയെ അത് മറിഞ്ഞു വരും. ഇന്ന് വരുന്നത് നാളെ വേർന്നാൾ, ഇന്നിപ്പോൾ രാത്രി വരുന്നിട്ട് അടുത്ത പകൽ വരുന്ന പോലെ, സുഖം കഴിഞ്ഞിട്ട് ദുഃഖം വരുന്നത് പോലെ ഇത് കാലത്തിൻ്റെ ഗതിയാണ്, കാലഗതിയാണ്. അതിന്മേലെ മറിഞ്ഞുള്ള കാലത്തിന് ഗതി തടുത്തിടുവാനാവില്ല ആർക്കും. ഈ കാലഗതി തടുക്കാൻ ആരാലും സാധ്യമല്ല. അതുകൊണ്ട് ഇക്കാലം നമുക്കെല്ലാം ദുഷ്കാലമാകാൻ മൂലം ഇത് നമുക്ക് ദുഷ്കാലമാണ്, നമുക്ക് നന്മയുള്ള സമയമല്ല. അതുകൊണ്ട് ഈ സമയം നമുക്ക് നന്മയുള്ള സമയമല്ല.
ദുഷ്കാലമാകൊണ്ട് മൂലം ഒക്കെയും നാശമിത്. അതുകൊണ്ട് നമുക്കിപ്പോൾ സമയം നല്ല അല്ലാത്തതുകൊണ്ട് ഇപ്പം നമുക്ക് നാശമാണ്, നല്ല സമയം അല്ല. അതുകൊണ്ട് നൽക്കാലം നമുക്കിഹ വന്നു കൂടിയിടും നേരം, നമുക്ക് നല്ല സമയം നമുക്കിവിടെ വരും. ഇപ്പോൾ നമുക്ക് ദുഷ്കാലമാണ്, ഈ കാലം നല്ലതല്ല, അതുകൊണ്ട് നമുക്ക് നാശമേ വരത്തുള്ളൂ. അതുകൊണ്ട് നല്ല കാലം, നൽക്കാലം നമുക്കിഹ, ഇവിടെ നമുക്ക് നല്ല സമയം വന്നു ചേരും, വന്നു കൂടും നേരം സർവവും ശുഭമാകും. ഇപ്പോൾ നമുക്ക് അശുഭമാണ്, ഇപ്പോൾ നമുക്ക് നല്ല കാലമല്ല, നമുക്ക് നല്ല കാലം വരും. കാലഗതി അങ്ങനെയാണ്, പോയി മറിഞ്ഞ് മറിഞ്ഞ് നന്മയും തിന്മയും ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും. നമുക്ക് നല്ല കാലം ഇവിടെ വരും, അന്നേരം നമുക്ക് ശുഭമാകും. നന്ദനനെയും ജയിക്കാം താനേ തന്നെ. അപ്പോൾ നമുക്ക് നന്ദഗോപരുടെ മകനായ നന്ദനെ, കൃഷ്ണനെ നമുക്ക് ജയിക്കാൻ പറ്റും താനേ തന്നെ. അപ്പോൾ ഒരു തടസ്സമില്ലാതെ നമുക്ക് ജയിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ദുഷ്കാലമാണ്, നൽക്കാലം നല്ല കാലം വരുമ്പോൾ നമുക്ക് കൃഷ്ണനെ ജയിക്കാം. അതുകൊണ്ട് ഞാൻ എന്നിട്ട് അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിൻ്റെ കാര്യം, ഞാൻ 17 സമയം രണം ഇവൻ കൃഷ്ണനോട് 17 വട്ടം 17 പ്രാവശ്യം 17 സമയം വെച്ചാൽ 17 പ്രാവശ്യം ഞാൻ കൃഷ്ണനോട് ഞാൻ യുദ്ധം തുടങ്ങി രണം. ഇവൻ തോറ്റിയില്ല. അപ്പോൾ ഇങ്ങനെ 17 സമയം അദ്ദേഹം തോറ്റിയില്ല. പിന്നെ ഒരു വിധത്തിൽ ജയിച്ചു, ഞാൻ ഒരു വിധത്തിൽ അങ്ങോട്ട് ജയിച്ചു എന്ന് പറഞ്ഞു. തോറ്റതും ജയിച്ചതും ഓർത്തുള്ളിൽ എനിക്ക് ഏതും ഏറ്റതില്ലടോ, എനിക്ക് ഒരു വിഷമവും ഉണ്ടായില്ല. ഞാൻ തോറ്റെന്ന് കരുതി എനിക്കൊരു വിഷമവും ഇല്ല. കാരണം രാത്രി പോയി പകൽ വരുന്നത് പോലെ ഉള്ളു, തോൽവിയും ജയവും ഇതിനകത്തുള്ളതാണ്. അയാൾ പറഞ്ഞു കൊടുക്കുക, ശിശുപാലൻ്റെ വിഷമം മാറാൻ വേണ്ടി. സത്യം, കാര്യം ശരിയാണ്. അതുകൊണ്ട് എനിക്ക് ഒന്നും സംഭവിച്ചില്ല, ഏറ്റതില്ലടോ, ഞാൻ തോറ്റെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല. ഏറ്റതില്ലടോ അപമാനാദി ഭാവം, എനിക്ക് മാനവും ഇല്ല അപമാനവും ഇല്ല, ഒരു ഭാവവും എനിക്കില്ല. തോൽവിയും ജയവും ഇവിടെ ഉള്ളതാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഇന്ന് തോൽക്കാൻ നാളെ ജയിക്കും, അടുത്ത ദിവസം വീണ്ടും ഇങ്ങനെ കുന്നിന് കുഴി പോലെ തന്നെയാണ്. കാലഗതി ഇങ്ങനെയാണ് പോകുന്നത്, യന്ത്രചക്രം കറങ്ങുന്നത് പോലെയാണ്. ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ശിശുപാല നീ വിഷമിക്കണ്ട, നമുക്കിപ്പോൾ ദുഷ്കാലമാണ്, നമുക്ക് നല്ല സമയം വരും, അപ്പോൾ നമുക്ക് കൃഷ്ണനെ ജയിക്കാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് 17 പ്രാവശ്യം ഞാൻ കൃഷ്ണനോട് എന്നിട്ട് ഞാൻ തോറ്റിട്ട് എനിക്ക് ഒരു മാനാപമാനാദി ഒരു ഭാവവും എനിക്കുണ്ടായില്ല, എനിക്ക് ഒരു നാണക്കേടും തോന്നിയിട്ടില്ല. ഇന്ന് നീ എന്തിനാണ് വിഷമിക്കുന്നത്? ശിശുപാലൻ വിഷമിച്ച് ദുഃഖിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ആശ്വാസം പറഞ്ഞു കൊടുക്കുന്നു. ഇതൊന്നും ഒരു കാര്യമല്ല ശിശുപാല, ഇതൊക്കെ ലോക സ്വഭാവമാണ്, ഇതൊക്കെ ജയവും തോൽവിക്കുള്ള, അത് ചേർത്ത് നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? നീ വിചാരിച്ചു പോയാലും ശോകമായ ഭാവകുണ്ഠിതം വിട്ട് സൗഖ്യമായി വാഴുക ഗൃഹേ. നീ നിന്റെ ഗൃഹത്തിൽ പോയി ദുഃഖമെല്ലാം കളയൂ. നിന്റെ ശോകമായ നിന്റെ വിഷമം പിടിച്ച ഈ ഭാവവും ഈ കുണ്ഠിതം ഈ വിഷമമൊക്കെ നീ കളഞ്ഞിട്ട് സൗഖ്യമായി പോയി നിന്റെ ഗൃഹത്തിൽ പോയി വാഴുക. അങ്ങനെ ശിശുപാലനോട് ജരാസന്ധനായ ഭഗവാന്റെ ശത്രുവായിരിക്കുന്ന ജരാസന്ധൻ ഇതെല്ലാം പറഞ്ഞു കൊടുത്തു. ഇത്തരം ജരാസന്ധ വാക്യത്തെ കേട്ടു ഖേദം ഒക്കെയും നീക്കി വീര്യം കൈക്കൊണ്ട് ശിശുപാലൻ. ഇത്രയും കേട്ടപ്പോൾ അവൻ്റെ ഖേദവും വിഷമവും നാണക്കിടക്ക മാറി, ലജ്ജയൊക്കെ മാറി. അയാൾ എന്ത് ചെയ്തു? വീര്യമൊക്കെ കൈക്കൊണ്ട് നല്ല ഒരു ഉഷാറായി. എന്നിട്ട് ചെന്നു മന്ദിരം പൊക്കുവാണിതു. ധ്രുവന്മാരും ഇതെല്ലാം കേട്ടപ്പോൾ എല്ലാ രാജാക്കന്മാരും ഈ ഉപദേശം കേട്ട് എല്ലാവരും അവരുടെ വീട്ടുകളിലേക്ക് പോയി. ഒന്നൊഴിയാതെ തോറ്റ നേരത്ത് രുക്മിതാനും കോപേന പറഞ്ഞതു. അപ്പം രുക്മി ആരാണ്? രുക്മിയുടെ സഹോദരൻ. അയാൾക്ക് സഹിക്കുന്നില്ല. അയാൾ എന്ത് ചെയ്തു? ഒന്നൊഴിയാതെ തോറ്റ നേരത്ത്, കാരണം എപ്പോഴും ഒന്നൊഴിയാതെ അവൻ തോറ്റുകൊണ്ടിരുന്നു. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? കോപം നിറഞ്ഞ് പറയാണ്, മാധവൻ തന്നെ കൊന്ന് ഭൂപതിമാരെ മമ ഭഗിനി തന്നെ ഇങ്ങു കൊണ്ടുപോന്നിടുവൻ ഞാനല്ലാകിൽ എൻ വില്ലാണ് രണ്ടില്ല, കുണ്ടിനത്തിൽ വാഴയില്ലിനി ഞാനും. അവൻ ശപഥം ചെയ്യുന്നു, ഭഗവാൻ മാധവനെ കൊന്നിട്ടെങ്കിലും ഭൂപതിമാരെ രാജാക്കന്മാരെ മമ എൻ്റെ ഭഗിനി സഹോദരിയെ ഇങ്ങു കൊണ്ടുപോന്നിടുവൻ ഞാൻ, അല്ലെങ്കിൽ എൻ്റെ വില്ലാണ് രണ്ടില്ല, ഞാൻ കുണ്ഠിനത്തിൽ വാഴുകയില്ലിനി ഞാനും. അവൻ്റെ രാജ്യത്തിൻ്റെ കുണ്ഠിനത്തിൽ അവൻ രാജാവാണ്. അപ്പം അവനിനി അവിടെ ഭീഷ്മക മഹാരാജാവിൻ്റെ മകനല്ലയോ രുക്മിണിയുടെ ആങ്ങളയല്ലേ. അപ്പോൾ ഇനി ഞാൻ കുണ്ഠിനത്തിൽ വാഴണമെങ്കിൽ രുക്മിണിയെ കൊണ്ടുവരണം, മാധവനെ കൃഷ്ണനെ കൊന്നിട്ട് കൊണ്ടുവരണം, ഇല്ലെങ്കിൽ ഞാനിനി എൻ്റെ ഈ കുണ്ഠിനത്തിൽ ഞാൻ ഈ രാജ്യത്തെ വസിക്കുകയില്ല എന്ന് ശപഥം ചെയ്തു. എൻ്റെ വില്ലാണ് ആണയിട്ടു. ഇങ്ങനെ പ്രതിജ്ഞയും ചെയ്തവൻ പടയോടും മംഗല യദുക്കളോടേറ്റതു രണക്ഷണം. അങ്ങനെ പ്രതിജ്ഞ ചെയ്തിട്ട് എന്ത് ചെയ്ത്? പടയോടും കൂടി എവിടെ പോയി? മംഗല യദുക്കളോട്, മംഗളകരമായിരിക്കുന്ന കൃഷ്ണൻ്റെ
ആൾക്കാരോട് യദുക്കളോട് ഏറ്റിതു. അവിടെ ചെന്ന് ക്ഷണം പെട്ടെന്നേ അവൻ ഇതെല്ലാം അവിടെ പറഞ്ഞുകൊണ്ട് അടുത്ത യുദ്ധത്തിലേക്ക് പോയി. ഈ രുക്മിണിയുടെ ആങ്ങള നന്ദനന്ദനൻ തന്നോട് ഇങ്ങനെ ചൊല്ലി രുക്മി ചെന്നിട്ട് പറഞ്ഞു, കൃഷ്ണനോട് പറയാണ്, നന്ദനന്ദനൻ തന്നോട് കൃഷ്ണനോട് പറയുന്നു, രുക്മി സഹോദരൻ, രുക്മിണിയുടെ സഹോദരൻ പറയുന്നു, നന്നടോ നിന്റെ ദുർമോഹം അത്യത്ഭുതം, കൊള്ളാടോ നിന്റെ ദുർമോഹം, നിനക്ക് ഇത് അത്യത്ഭുതമായിരിക്കും, നീ ഇത് എന്തായി കാണിച്ചത്, നീ ഒരു ഗോപാലൻ, പശുക്കളെ മേയ്ക്കുന്ന ഗോപാലൻ, നീ കൊള്ളാലോടെ നീ കാണിച്ചത് നല്ല കൊള്ളാം, നിന്റെ ഈ മോഹം വലിയ അത്ഭുതമായിരിക്കുന്നത്. കാരണം രാജകുടുംബത്തിൽ നിന്ന് രുക്മിണിയും കൊണ്ട് പോണേ, നീ ഒരു പശുവിനെ മേയ്ക്കുന്ന ഒരു ഗോപാലനല്ലേ എന്നുള്ള രീതിയിൽ പറയുന്നു. കൊള്ളാടോ നിന്റെ ദുർമോഹം അത്യത്ഭുതമായിരിക്കുന്നു. ചേതി ഭൂപാലൻ തൻ്റെ ഭാര്യ സോദരി, എൻ്റെ സഹോദരിയായിരിക്കുന്ന രുക്മിണി ആരുടെ ഭാര്യ? ചേതി ഭൂപാലൻ്റെ, അതാ ശിശുപാലൻ്റെ ഭാര്യയാണ്. ശിശുപാലന് വിവാഹം കഴിക്കാൻ കരുതി വെച്ച പെണ്ണാണ് എൻ്റെ സഹോദരി. ആ സഹോദരിയെ മോദേന സന്തോഷത്തോടെ കട്ടുകൊണ്ടുപോയി നിന്റെ ആലയത്തിൽ, അതായത് നിന്റെ ഗൃഹത്തിലേക്ക് നീ കട്ടുകൊണ്ടുപോയി. ചേതീശ ഭൂപാലനായിരിക്കുന്ന ശിശുപാലന് വേണ്ടി വെച്ചിരുന്ന പെണ്ണാണ്, അവൻ്റെ ഭാര്യയാണ്. ആ പെണ്ണിനെ, എൻ്റെ സഹോദരിയെ നീ മോദന സന്തോഷത്തോടെ നീ കട്ടുകൊണ്ടുപോയി ആലയത്തിൽ നിന്റെ ഗൃഹത്തിലേക്ക് ചെന്ന് ജീവനത്തോടും സൗഖ്യമായി വാഴാമെന്ന്, നിന്റെ ജീവനം കൊണ്ട് അവിടെ സുഖമായി കഴിയാമെന്ന് നിങ്ങളുടെ ഉള്ളിൽ ഓർത്താൽ ഗോരസമല്ല ഇത് ഓർക്കുക. ഇത് പശുവിൻ്റെ രസമല്ല, ഇത് പാലോ മോരോ തൈരോ ഒന്നും അല്ല. നീ പശുവിൻ്റെ കൂടെ പാലും കറന്ന് വെണ്ണയും കട്ടുനിന്ന് പാലും മോട്ടിച്ച് കുടിച്ച് ഇങ്ങനെയൊക്കെ ഉള്ള വെച്ചോണ്ടാണല്ലേ ഗോരസമല്ല ഇത് ഓർക്കാന്ന് പറയുന്നത്. ഗോരസം വെച്ചാൽ പശുവിൻ്റെ പാലും വെണ്ണയും തൈരും ഒക്കെയാണ് അതിൻ്റെ രസങ്ങൾ പശുവിൻ്റെ. അതുകൊണ്ട് ചെന്ന് ജീവനത്തോടെ നീ എൻ്റെ സഹോദരിയും കൊണ്ട് സൗഖ്യമായി വാഴാമെന്ന് നിന്റെ ഉള്ളിൽ ഇത് ഓർത്താൽ ഇത് ഗോരസമല്ല, മനസ്സിലാക്കൂ. ഇത് പശുവിൻ്റെ രസമൊന്നും അല്ല. ജീവിച്ച് വാഴ്വാൻ ആശ നിന്നുള്ളിൽ ഉണ്ടെങ്കിലോ, നിനക്ക് ജീവിക്കണമെന്നും നിനക്കിവിടെ വാഴണമെന്നും നിൻ്റെ ഉള്ളിൽ ആശ ഉണ്ടെങ്കിൽ ചൊവ്വോടെ സഹോദരി തന്നെ ഇങ്ങ് അയച്ചാലും, നീ നല്ലതായിട്ട് നിന്നോട് പറയുന്നു, നീ എൻ്റെ സഹോദരിയെ ഇങ്ങനെ തിരിച്ചയക്കൂ. നിനക്ക് ജീവനത്തോടെ നന്നായിട്ടുള്ള സുഖമായി കഴിയണമെങ്കിൽ നീ എന്താ ഓർത്തത്? നീ എൻ്റെ സഹോദരിയെ കൊണ്ട്, ശിശുപാലൻ്റെ ഭാര്യയായിരിക്കുന്ന ഈ സഹോദരിയെ കൊണ്ട് നീ പോയി ചൊവ്വന് ജീവിക്കാമെന്ന് കരുതിയോ? ഇത് ഘോരസമല്ലെന്ന് നീ മനസ്സിലാക്കൂ. നിനക്ക് ജീവനത്തോടെ ഇവിടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നീ എൻ്റെ സഹോദരിയെ വിട്ടുതാ, അല്ലെങ്കിൽ യമലോകം ഗമിച്ച് വാഴാം. ഇപ്പോൾ മല്ല കംസാദികൾ പോലല്ല ഞാനെന്ന് ഓർക്കടോ. ഇത് മല്ലനും കംസനൊന്നും അല്ല. മല്ലന്മാരുടെ കൂടെ യുദ്ധം ചെയ്ത് ജയിച്ച കൃഷ്ണനാ, പക്ഷെ അത് ഞാൻ മല്ലനല്ല, അതിനേക്കാളും കേമനാണ് ഞാൻ. കംസനുമല്ല, കംസനെയൊക്കെ നീ വധിച്ചു, പക്ഷെ ഞാൻ അങ്ങനെയുള്ളവനല്ല, ഞാൻ അതിലും മേലെയാണ്. അവിടെ നീ മര്യാദയ്ക്ക് എൻ്റെ സഹോദരിയെ ഇങ്ങോട്ട് വിട്ടയക്കോ, ഇല്ലെങ്കിൽ നീ യമലോകം ഗമിച്ച് വാഴ. നിനക്കല്ലെങ്കിൽ കാലപുരിയിലേക്ക് പോകാം. കൃഷ്ണന് കാലപുരിയിലേക്ക് അയക്കുമെന്നാണ് ഈ രുക്മി പറയുന്നത്. അങ്ങനെ അല്ല, ചൊവ്വോടെ സോദരി തന്നെ ഇങ്ങ് അയച്ചാലും, അല്ലെങ്കിൽ യമലോകം ഗമിച്ച് വാഴാം. ഇപ്പോൾ തന്നെ മല്ല കംസാദികൾ പോലെ അല്ല ഞാനെന്ന് ഓർക്കണോ. ഞാൻ മല്ലനോ കംസനോ ഒന്നും അല്ല. നീ അവരെയൊക്കെ വധിച്ചു, പക്ഷെ അവരല്ല ഞാനെന്ന് നീ മനസ്സിലാക്കൂ. ഏവം പറഞ്ഞു രുക്മി വേഗേന 3 ശരം കേവലൻ കൃഷ്ണൻ തൻ്റെ മാറത്ത് തൊടുത്തിതു. അങ്ങനെ പറഞ്ഞും കൊണ്ടിരുന്ന രുക്മി എന്തോ ചെയ്ത് ഭഗവാന്റെ മാറിലേക്ക് 3 ശരം തൊടുത്തു വിട്ടു. മാധവൻ മന്ദസ്മരം ചെയ്തുകൊണ്ടിരുന്ന ശരങ്ങളാൽ ബോധഹീനനാം രുക്മി തന്നെ വിൽ മുറിച്ചാൻ. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? മന്ദസ്മിതം പുഞ്ചിരിയോട് കൂടി തന്നെ എന്ത് ചെയ്തു? ഈ ശരങ്ങള് ബോധഹീനനായിരിക്കുന്ന രുക്മി, അഹങ്കാരിയും അന്ധനും പിടിച്ച ബോധഹീനനാണ്, യാതൊരു വെളിവില്ലാത്ത ബോധമില്ലാത്ത രുക്മിയുടെ വില്ലങ്ങ് മുറിച്ച് ഭഗവാൻ മന്ദസ്മിതമായിട്ട് നിസ്സാരമായി തന്നെ പുഞ്ചിരിയോടുകൂടി തന്നെ 3 ശരവും ഭഗവാൻ മുറിച്ച് കളഞ്ഞു. എന്താ? വിവരമില്ലാത്ത ദുഷ്ടനായിരിക്കുന്ന യാതൊരു ബോധമില്ലാത്ത ബോധഹീനനാം രുക്മി തന്നെ വിൽ മുറിച്ചാൻ. പിന്നെയും ഒരു വില്ലങ്ങെടുത്തു രുക്മിയും, പിന്നെയും ഒരു വില്ലങ്ങെടുത്തു രുക്മി വീണ്ടും. അതും ഭഗവാൻ അന്നേരം ഏത് മുറിച്ചിടാൻ മുകുന്ദന് അതും ഭഗവാൻ മുറിച്ചു കളഞ്ഞു. പിന്നെയും ഓരോ തരം എടുത്ത് ഓരായുധങ്ങൾ, പിന്നെ ഓരായുധങ്ങൾ അവനെടുത്തു. പിന്നെയും ഓരോ തരം എടുത്ത് ഓരായുധങ്ങൾ മന്നമെന്നിയെ എയ്തു മുറിച്ചാൻ കൃഷ്ണൻ താരം വീണ്ടും ഭഗവാൻ അതിനെല്ലാം മുറിച്ചു കളഞ്ഞു. ആയുധം ഓരോ നിയമം കഴിഞ്ഞോരനന്തരം പേയായ കോപത്തോട് രുക്മിയും അതുനേരം
അപ്പോൾ അവന് ദേഷ്യം കൂടി വിടുന്ന എല്ലാം ഭഗവാൻ മുറിച്ച് കളയുക. അവൻ ഓരോ ശരം അയച്ചു, അത് മുറിച്ച് കളഞ്ഞു. പിന്നെ ഓരോ രീതിയിലുള്ള പല പല ആയുധങ്ങൾ കൊടുത്തു, അതും ഭഗവാൻ മുറിച്ച് കളഞ്ഞു. ആയുധം ഓരോ നിയമം കഴിഞ്ഞൊരു അനന്തരം പിന്നെ എന്ത് ചെയ്തു? അതിന് ശേഷം പേയായി, അവന് വട്ടായി. പേയായ കോപം, അത്രമാത്രം കോപം മുഴുത്താൽ എന്ത് വരും? ഭ്രാന്താവും. അവൻ ഭ്രാന്ത് പിടിച്ചിട്ട് എന്ത് ചെയ്തു? പേയായ കോപത്തോട് രുക്മിയും അതുനേരം ചർമ്മങ്ങൾ കൈക്കൊണ്ട് അമ്പരേ പൊങ്ങിയിടിനാൻ. അവൻ വാളും പരിചയം എടുത്ത് പൊങ്ങിച്ചാടി എങ്ങോട്ട് അവർക്ക് അങ്ങനെ ഈ വാള് പയറ്റ് അതുപോലെ ഖഡ്ഗം വാള് ഖഡ്ഗചർമ്മങ്ങൾ കൈക്കൊണ്ട് അമ്പരേ ആകാശത്തോടെ പൊങ്ങിയിടിനാൻ. നിർഗമിച്ചപ്പോൾ എയ്ത് കളഞ്ഞാൻ കൃഷ്ണന്താനും. അവൻ അങ്ങനെ ഭഗവാൻ അതും എയ്ത് കളഞ്ഞു. അങ്ങനെ വാളുമിങ്ങെടുത്ത് ആശു മാധവൻ രുക്മിണി. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഉടനെ ഭഗവാൻ വാളെടുത്തു. ഇതെല്ലാം അവൻ ചെയ്തതെല്ലാം ഭഗവാൻ മുറിച്ചു കളഞ്ഞു. അത് ഖഡ്ഗചർമ്മങ്ങൾ കൈക്കൊണ്ട് അമ്പരെ അവൻ പൊങ്ങിയപ്പോൾ നിർഗമിച്ചപ്പോൾ അതും എയ്ത് കളഞ്ഞാൻ ഭഗവാൻ കൃഷ്ണൻ. വാളുമെങ്ങെടുത്ത ആശു മാധവൻ രുക്മി നേരെ ചീളന്ന് നോക്കുന്നേരം രുക്മിയെ കൊല്ലുമെന്ന് ചേതസി നിരൂപിച്ചു വൈദർഭി. ഖേദഭീത്യക ചേതസി കാരുണ്യത്താൽ കമലനേത്രൻ തൻ്റെ പാദപങ്കജേ വീണു കണ്ണുനീരോടും കൂടി സാദരം മുകുന്ദനോടാ ഇതം ചൊല്ലിയിടിനാൻ. എന്താ ദേവി പറഞ്ഞത്? ഭഗവാൻ വാളെടുത്തപ്പോൾ മനസ്സിലായി രുക്മി മരിക്കും. ഭഗവാന്റെ അത്രമാത്രം ഇത്രയും സഹനം നിൽക്കൂ. അപ്പം വാളെടുത്തപ്പോൾ മാധവൻ രുക്മിയുടെ നേരെ, ആ സഹോദരൻ്റെ നേരെ ചീളന്ന് അടുത്തപ്പോൾ രുക്മിയെ കൊല്ലുമെന്ന് ആര് മനസ്സിലാക്കി? വൈദർഭി, അതായത് രുക്മിണി. അപ്പം ഈ മനസ്സിൽ നിരൂപിച്ചത്, ഓഹോ ഇപ്പം ആങ്ങള മരിക്കും, കൊല്ലും ഭഗവാൻ. അങ്ങനെ വൈദർഭി ഖേദഭീത്യ, മനസ്സിൽ ഭയങ്കര ഭയവും ദുഃഖവും വിഷമല്ല. കാരണം സഹോദരനാണല്ലോ എത്ര ആയാലും. അതും നല്ലൊരു ദിവസം ദേവി കൊണ്ട് ചെന്നതേ ഉള്ളൂ. അപ്പോൾ എന്ത് പറയും? ഖേദഭീത്യകാ ചേതസി, മനസ്സിൽ കാരുണ്യത്താൽ കമലനേത്രൻ തൻ്റെ പാദപങ്കജെ ഭഗവാന്റെ പാദത്തിൽ നിന്ന് വീണ് കണ്ണുനീരോടും കൂടി സാദരം മുകുന്ദനോടായുധം ചൊല്ലിടാൻ ഭഗവാനോട് പറയുന്നു. ലോകൈകനാഥ കൃപാവാരിധേ ദുഃഖാപഹ ഏകാത്മകൻ മമ കാന്ത മാധവ ദുഷ്ടാരാധേ. മംഗലനായ ഭവാൻ എന്നെ സ്വീകരിക്കുന്ന മംഗലമായ ശുഭകർമ്മകാലത്ത് വെച്ച്, ശുഭകർമ്മകാലത്ത് ഇപ്പം നല്ലൊരു സമയമല്ലേ, ദേവിയോട് ചെന്ന് കയറുതല്ലേ ഉള്ളൂ. അതുകൊണ്ട് പറയുന്നു മംഗലനായ ഭവാൻ, എപ്പോഴും മംഗളകരനായ ഭഗവാനാണ്. അതും നല്ല മംഗളകരമായ സമയത്ത്, ഈ സമയത്ത് ശുഭകർമ്മകാലത്ത് വച്ച്, ഇത് ഇവിടെ ശുഭകർമ്മകാലമാണ്. ആ സമയത്ത് സോദരൻ ഇവൻ തന്നെ കോപിച്ചു വധിക്കൊല. ഖേദമെന്ന് എനിക്ക് ഇതുമൂലം ഉണ്ടായിക്കൊല, ഇതുമൂലം എനിക്കൊരു വിഷമം ഉണ്ടാക്കല്ലേ നാഥ ഭഗവാനെ കൃഷ്ണ എന്ന് ഒരുപാട് വിഷമിച്ച് വേദനിച്ച് ഭഗവാന്റെ പാദത്തിൽ വീണ് കണ്ണുനീരൊഴുകി. അങ്ങനെ നമുക്കിനി ചേതസേ പരമാർത്ഥ ബോധമങ്ങില്ല. അവന് യഥാർത്ഥത്തെ മനസ്സിലറിയില്ല ഭഗവാനെ. ഇവൻ ബോധമില്ലാത്തവനാണ് ഈ സഹോദരൻ. ദേവി പറയുന്നു, പിന്നെ സോദരൻ ഇവൻ തന്നെ കോപിച്ച് വധിക്കല. ഖേദമെന്ന് എനിക്ക് ഇതുമൂലം ഉണ്ടാക്കല്ലേ ഭഗവാനെ, എനിക്കിതുമൂലം ഒരു വിഷമം ഉണ്ടാക്കല്ലേ. എൻ്റെ ഈ നല്ലൊരു സമയത്ത് വെച്ച് എൻ്റെ സഹോദരനെ വധിക്കാന്ന് വെച്ചാൽ അത് ഉള്ള കാലവും അത് മനസ്സിൽ നിന്ന് അത് മാറത്തില്ല. അതുകൊണ്ട് ഇതൊരു ഖേദമാക്കി തരല്ലേ. എൻ്റെ ചേതസി പരമാർത്ഥ ബോധം അങ്ങില്ലാത്തവനാണ്. ഇവന് പരമാർത്ഥത്തെ അറിയാൻ മേത്താണ്. ആളും തരം തിരിച്ചറിയില്ല. അവൻ ബോധമില്ലാത്തവനാണ്. ഭഗവാൻ ആരാണെന്ന് അവന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ചെയ്ത അപരാധമെല്ലാം പുറത്തു കൊള്ളണമേ. എന്താ അവൻ ചെയ്തുള്ള ആ അപരാധമെല്ലാം അങ്ങ് പൊറുക്കണമെന്ന് ഭഗവാന്റെ പാദത്തിൽ വീണ് കണ്ണുനീരൊഴുകി പ്രാർത്ഥിക്കുന്ന ദേവി. നമ്മളും ഇതുപോലെ പ്രാർത്ഥിക്കണമെങ്കിൽ കൂടുതൽ പറയാൻ സമയം അങ്ങ് പോയതിന് അറിഞ്ഞില്ല. അതുകൊണ്ടാണ്. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി. ഒത്തിരി സമയം പോയി.